തന്നെക്കാൾ ജനപ്രീതി ഗവർണർ സി.വി. ആനന്ദബോസിനുണ്ടാകുമെന്ന് മമത ഭയക്കുന്നു. ഇരയായവരെ കണ്ടാൽ ആരാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് ബംഗാൾ ഒന്നടങ്കം മനസ്സിലാക്കും. അത് സംഭവിച്ചുകൂടാ. ആ ചിന്തയാണ് ഗവർണറെ കാണുന്നത് വിലക്കി പോലീസും ഉത്തരവിട്ടത്. എന്നാൽ ഭരണഘടനാ മാനദണ്ഡങ്ങൾ അറിയില്ല എന്ന് നടിച്ച് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്ന് ആനന്ദബോസ് ഓർമ്മിപ്പിച്ചു. ഗവർണർ അനുമതി നൽകിയിട്ടും ഇരകൾക്കും പ്രതിപക്ഷ നേതാവിനും വിലക്ക് ഏർപ്പെടുത്തിയ പോലീസ് നടപടിയിൽ ഇടപെട്ട് കൽക്കട്ട ഹൈക്കോടതി രംഗത്ത് വന്നു. ഗവർണറുടെ ഓഫീസിന്റെ അനുമതിയുണ്ട് എങ്കിൽ ഇരകൾക്ക് ഗവർണറുമായി കൂടിക്കാഴ്ചയാകാം. ഗവർണർ വീട്ടുതടങ്കലിൽ ആണോ എന്ന് കോടതി ചോദിച്ചതും ശ്രദ്ധേയമാണ്. ബംഗാളിൽ ആക്രമണത്തിനിരയായവർ ഗവർണറെ കാണുന്നത് പോലീസ് വിലക്കി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഇതിന് ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആക്രമണങ്ങളിൽ ഇരയായവർ അവരെ രാജ്ഭവനിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പോലീസ് തടഞ്ഞ നടപടിക്കെതിരെയാണ് ഗവർണറും കൊൽക്കത്ത ഹൈക്കോടതിയും വെള്ളിയാഴ്ച ശക്തമായി ആഞ്ഞടിച്ചത്. ആക്രമണത്തിന് ഇരയായവർക്കും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും ഗവർണറെ കാണുന്നതിന് രാജ്ഭവന്റെ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ അവർ രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് വ്യാഴാഴ്ച പോലീസ് തടയുകയായിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വെള്ളിയാഴ്ച കത്തയച്ചു. അതിനിടെ പശ്ചിമ ബംഗാൾ ഗവർണർ വീട്ടു തടങ്കലിൽ ആണോ എന്ന് വെള്ളിയാഴ്ച കൽക്കട്ട ഹൈക്കോടതി അത്ഭുതം കൂറി. ഗവർണർ അനുമതി നൽകിയാൽ അക്രമത്തിന് ഇരയായവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും രാജ്ഭവൻ സന്ദർശിക്കാമെന്ന് കോടതി വിധിച്ചു. രേഖാമൂലം അനുമതി ലഭിച്ചിട്ടും വ്യാഴാഴ്ച രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് പോലീസ് തടഞ്ഞു എന്ന് കാണിച്ച് അധികാരിയും മറ്റൊരാളും കോടതിയെ സമീപിച്ചിരുന്നു. കോടതി കൂടി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിന് ഇരയായവർ തന്നെ സന്ദർശിക്കുന്നതുവരെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് ഗവർണറും വിലക്കി. രാജ്ഭവൻ ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും മാറ്റാനും ഗവർണർ നിർദ്ദേശം നൽകി. ബുർബസാറിലെ മഹേശ്വരി ഭവൻ സന്ദർശിച്ച ഗവർണർ ആനന്ദബോസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ചവരെ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം TMC വൻതോതിൽ അക്രമം അഴിച്ചുവിടുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സന്ദർശന വേളയിൽ മഹേശ്വരി ഭവനിൽ താമസിക്കുന്ന 150ഓളം ആളുകളുമായി ഗവർണർ ആനന്ദബോസ് ആശയവിനിമയം നടത്തുകയും അവരുടെ പരാതികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇരകളോട് ഞാൻ സംസാരിച്ചത് സംഭവത്തിന്റെ ഒരു വശം. ഗവർണർ എന്ന നിലയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ നീതിപൂർവ്വം പെരുമാറാൻ ആഗ്രഹിക്കുന്നു. സർക്കാരിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതുകൂടി കേട്ട ശേഷം എന്റെ അഭിപ്രായം നിങ്ങളോട് പറയാം എന്നാണ് ഗവർണർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. സംസ്ഥാനത്തെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും നിയമനിർമ്മാണത്തിലുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി ഗവർണർമാരെ അറിയിക്കണമെന്നാവശ്യപ്പെടുന്ന ഭരണഘടനാ മാനദണ്ഡങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഗവർണർ ആനന്ദബോസ് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. ഗവർണറെ തറപറ്റിക്കാതെ ഉറങ്ങില്ല എന്ന് മമത പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എന്ന് തോന്നും ചില നടപടികൾ കണ്ടാൽ. ബംഗാളിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് ഏതവസരത്തിലും, അതായത് ഗവർണർ ആനന്ദബോസ് ചാർജ് എടുത്തതിന് ശേഷം ഏതവസരത്തിലും വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. ആനന്ദബോസിന്റെ ജനസമ്മതിയുടെ ഗ്രാഫ് ഉയരുകയാണ്. ഇതാണിപ്പോൾ ബംഗാളിലെ ബോസ് വിരുദ്ധരുടെ ചർച്ചാ വിഷയം. സന്ദേശ് ഖാലിയും കുച്ച് ബെഹറും അടക്കം ഗുണ്ടായിസവും രാഷ്ട്രീയ സംഘർഷങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഗവർണറുടെ വേറിട്ട ശൈലിയും അദ്ദേഹത്തിന്റെ ആരെയും കൂസാതുള്ള നടപടികളെയും അവിടുത്തെ നേതാക്കളെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താറില്ല. അതേസമയം ഇടംവലം നോക്കാതെ ഭരണഘടന അനുസൃതമായ നടപടികൾ സ്വീകരിച്ചു. പ്രവചനാതീതമായ ഇടപെടലുകളിലൂടെ ജനകീയ അംഗീകാരം നേടിയ ആനന്ദബോസ് ബംഗാളിലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറസാന്നിധ്യമാണ്. ഇതൊക്കെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഉറക്കം കെടുത്തുന്ന സംഗതികളാണ്. അതുതന്നെയാണ് ഇപ്പോൾ മമതയെ കൊണ്ട് ഇത്തരത്തിലൊരു നടപടി ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇരകളെ കാണാൻ ഗവർണറെ അനുവദിക്കാതെയുള്ള ആ ഒരു വിലക്ക് പോലീസുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നതും ആ ഒരു ചിന്താഗതി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്.